ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി വെണ്ടക്ക മുളകിടുന്നതാണ് കേട്ടോ. അപ്പോൾ വെണ്ടക്ക വാട്ടിയെടുക്കുകയാണ്. മറ്റേതിൽ കടുകും ഉലുവയും കൂടി വറുത്തെടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വെണ്ടക്കൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് അതേ ചട്ടിക്ക് തന്നെ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് അതിലേക്ക് ഇടണം കേട്ടോ. കടുക് പൊട്ടിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള കടുക് ഇടുക. നമുക്ക് പാകത്തിനുള്ളത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അത് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടണം കേട്ടോ. അത് നന്നായിട്ട് ഇളക്കണം. അതിൻ്റെ പച്ചമണം മാറി കിട്ടണ വരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചും പേസ്റ്റ് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് വാട്ടിയെടുക്കണം. അപ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ഒരു കുറുകിയ ചാറ് കിട്ടുള്ളൂ. അപ്പോൾ കുറേ വിചാരിക്കണ് ലോങ് വീഡിയോ ഇടണം, ഇതുവരെ ഇട്ടിട്ടില്ല. നിങ്ങളെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടാവണം തുടർന്ന്. അങ്ങനെ നന്നായിട്ട് വാട്ടിയെടുക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പിടിക്കരുത്. അതുകൊണ്ടാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം 2 തക്കാളിയും 2 പച്ചമുളകുമാണ് കേട്ടോ അരിഞ്ഞത് ഇട്ട് കൊടുത്തത്. എന്നിട്ടും അതും നന്നായിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ പുതിയൊരു ചാനലാണ്, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് പക്ക കുറവാണ്. അപ്പോൾ എല്ലാവരും കാണുന്നവരെല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഞാൻ ഇതുവരെ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. അതിലേക്ക് ഉപ്പിടാതെ വാട്ടിയെടുത്തതാണ്. എന്നിട്ട് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പച്ചച്ചോയ ഉണ്ടാവില്ലേ, അത് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കണം കേട്ടോ. എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. മസാല അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ കറിക്കൊരു കരിഞ്ഞ ചോയ ഉണ്ടാവും, ഒരു കയ്പ്പ് രസം ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ നേരത്തെ കടുകും ഉലുവയും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ പൊടിയാണ് ഇട്ടത്. പിന്നെ പുളിവെള്ളം ഒഴിക്കണ വീഡിയോ എൻ്റെ ഇതിൽ കട്ടായി പോയി, അത് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ പുളിവെള്ളമാണ് കേട്ടോ. ആവശ്യത്തിനുള്ള പുളി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ആ വെള്ളം വെച്ച് പിന്നെ നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് തിളച്ച് വന്നാൽ വെണ്ടയ്ക്ക ഇടാം. വാട്ടി വെച്ച വെണ്ടയ്ക്ക ഉണ്ടായിരുന്നില്ലേ, ആ വെണ്ടയ്ക്ക ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വരണം കേട്ടോ. കുറച്ച് തിളച്ചാൽ മതി, അധികം വേവൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ വെണ്ടക്ക തിളച്ച് വന്നിട്ടാ കറി റെഡിയായി. പിന്നെ ഇതിൽ താളിക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, താളിച്ചൊഴിക്കണത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബായ്, താങ്ക് യു.